നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഫങ്ഷൻ വെയർ സാരി, നല്ല സൂപ്പർ ബനാറസി ഫങ്ഷൻ വെയർ സാരി, ഇതുവരെ കണ്ടിട്ടില്ലാത്ത മോഡൽ. പിന്നെ നമ്മുടെ ചുമ്മാ സാരികൾ, റേറ്റ് കുറഞ്ഞ ഡെയിലി ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അട്രാക്റ്റീവായിട്ടുള്ള എന്ന് ഞാൻ പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സാരികൾ. അട്രാക്റ്റീവ് ആണെന്ന് ഞാൻ മാത്രം പറഞ്ഞ പോലെ നിങ്ങളും കൂടെ സമ്മതിക്കണ്ടേ. അപ്പം നമുക്ക് ബനാറസി സാരി കാണാം. ബനാറസി സാരികളാണല്ലോ ഇപ്പോഴത്തെ ട്രെൻഡ്. ഈ സാരിക്ക് ഞാൻ കണ്ട ഒരു പ്രത്യേകത എന്ന് പറയാം. ഇത് ഇങ്ങനത്തെ സാരി കണ്ടിട്ടുണ്ട്, എല്ലാവരും കണ്ടിട്ടുണ്ട്. ഇതാണോ വലിയ പ്രത്യേകത? നിങ്ങളൊക്കെ ഓർക്കല്ലേ? നമ്മളിപ്പോൾ ബനാറസി സാരി കാണുമ്പോൾ കോൺട്രാസ്റ്റ്, അത് ശരിക്കും പറയാൻ ഒരു പ്രത്യേകതയല്ലല്ലേ. അതെന്ന് വെച്ചാൽ ഇവിടെ കോൺട്രാസ്റ്റ് വരുമ്പോൾ ബ്ലൗസും കോൺട്രാസ്റ്റ്, ഇത് ബ്ലൗസ് മാത്രം കോൺട്രാസ്റ്റ്, ബാക്കി ടോൺ ടു ടോൺ സെയിം ടോണിൽ വരുന്ന ബോർഡറും കാര്യങ്ങളും, ബ്ലൗസ് മാത്രം കോൺട്രാസ്റ്റ്, വളരെ മിതമായ ബഡ്ജറ്റിൽ ഉള്ള സാരി. പിന്നില്ലേ, ഇന്നലെ അല്ലേ നമ്മുടെ ഡിസ്കൗണ്ട് സെയിലിന് ഒത്തിരി പേർക്ക് സാരി കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞ് ഭയങ്കര പരാതി. വേറൊന്നുമല്ല, പിണങ്ങിയല്ല, ദേഷ്യപ്പെട്ടല്ല, സ്നേഹത്തോടെയുള്ള പരാതികൾ വന്നപ്പോഴത്തേക്കും എല്ലാം തീർന്നു പോയി. സാധാരണഗതിക്ക് എല്ലാം മുൻകൂർ പറയുന്ന അടുത്ത ദിവസം റിഡക്ഷൻ സെയിലാന്ന് പറയുന്നതാ. അത് ഇപ്പം ഞങ്ങൾ പോലും പ്രതീക്ഷയില്ല ഇത്രയും പെട്ടെന്ന് തീർന്നു പോകുന്നത്. പിന്നെ അതേ പോയി ഇതാ വന്നെന്ന് പറഞ്ഞാൽ നമ്മൾ വീഡിയോ എടുക്കുന്ന ഒരു 4-5 ദിവസം അടുപ്പിച്ച് കുറേ വീഡിയോ എടുക്കുക. അപ്പോൾ അതിൽ ഏതെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് ഇത് സംഭവിച്ചത് കേട്ടോ. എന്നും കൊണ്ട് സാരി കിട്ടാത്തവരാരും വിഷമിക്കേണ്ട. ഈ സാരികളല്ല, വേറെ സാരി, ഇതിൽ നല്ല സാരികൾ നമുക്ക് അടുത്ത ദിവസം എന്നാണ് ഞാൻ പറയുന്നില്ല, കുറിപ്പിൻ്റെ ഉറപ്പ് പോലായിപ്പോൾ വലിയ താമസം ഇല്ലാതെ ഓഫർ സെയിലിൽ കാണിക്കാം. ഞാൻ മുന്നേറെ പറയാനും മാക്സിമം ശ്രമിക്കാം. അതിനകത്ത് മാത്രം ഒരു ഗ്യാരണ്ടി ഇല്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് വരാം. പീച്ച് ഷെയ്ഡ് കണ്ടോ, നല്ല പീച്ച് പേസ്റ്റൽ ഷെയ്ഡ്, അടിപൊളി സാരി കേട്ടോ. ഇങ്ങനത്തെ സാരികളൊക്കെ എനിക്കത് പറയുന്ന എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. നല്ലൊരു പീച്ചിൻ്റെ ഒരു ഭയങ്കര ഒരു ഒരു ലുക്ക് തോന്നുന്ന ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഷെയ്ഡാണിത്. എന്നിട്ട് അതേ ഇതിൽ വരുന്ന ബോർഡർ, മേളിലത്തെ ബോർഡർ വീതി കുറഞ്ഞ, താഴത്തെ ബോർഡർ നല്ല വീതിക്ക് കണ്ടോ. താഴത്തെ ബോർഡർ നല്ല വീതി, ക്ലിയർ ആയിട്ട് കാണാമോ? ഇതിൻ്റെ ഒരു അട്രാക്ഷൻ, എന്നെ അട്രാക്റ്റഡ് ആക്കിയത് ഇതിൻ്റെ ബ്ലൗസും മുന്താണിയാണ്. മുന്താണിക്ക് മാത്രം കോൺട്രാസ്റ്റ് ഷെയ്ഡ് വരും. ബ്ലൗസ് വന്നിട്ട് ഈ ഡാർക്ക് പർപ്പിൾ ഷെയ്ഡ് ബ്ലൗസിൻ്റെ കയ്യിൽ വെക്കാൻ നല്ല വീതിക്കാണ് ബോർഡർ. അത് നമ്മളുടെ ടേസ്റ്റിനനുസരിച്ച് വീതി കൂട്ടിയോ വീതി കുറച്ചോ വേറെ എന്തെങ്കിലും മോഡലാക്കിയോ ഒക്കെ ചെയ്തെടുക്കാം. നല്ല സാരി. ഈ കോൺട്രാസ്റ്റാണ് അതിൻ്റെ ഭംഗി, അതിൻ്റെ ഒരു ആകർഷകത്വം എന്ന് പറയുന്നത്. അട്രാക്ഷൻ്റെ മലയാളം പറയും എപ്പോഴും അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ ദേഷ്യം വരത്തില്ലേ അല്ലേ? ഇത് കേട്ടോ, അടിപൊളിയല്ലേ? ഇത് മുന്താണി എന്ന് പറയുന്നത് സിമ്പിൾ ആണ്, പക്ഷെ നല്ലൊരു ഭംഗിയുണ്ട്. ഇങ്ങനെ ഒരു കോപ്പർ അല്ലെങ്കിൽ ഗോൾഡൻ വീവിങ് ഒക്കെ പോയിട്ട് ടാസിലൊക്കെ പിടിപ്പിച്ച് നല്ല പാർട്ടി ടച്ച് തരുന്ന മുന്താണി. ഇനി ഇത് സാരി, ഫുള്ള് സാരി കണ്ടോ, നല്ലതാണോ? ബ്ലൗസ് വില ഇത് വിലയല്ലേ ഇതന്നെ. അപ്പോൾ പിന്നെ ഇവിടെ എല്ലാം ഒട്ടിച്ച് വെച്ചേക്കുന്നു. 1790 രൂപയേ ഉള്ളൂ. ബനാറസി സാരിയൊക്കെ 1790 രൂപയ്ക്കെന്ന് പറയുമ്പോൾ പ്യുവർ ബനാറസി അല്ല, സെമിയാണ് എന്ന് പറയുമ്പോൾ നല്ല ലാഭമാണ്. ഒരു ഉടുക്കലിന് അല്ല 2 ഉടുക്കലിന് എത്രയൊക്കെ അല്ലേ ഉള്ളൂ. അതിൽ കൂടുതൽ ഉടുക്കുമോ? ആത്മപരിശോധന നടത്തി നോക്ക്, ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അടുത്ത സാരി അത് തന്നെ സെയിം കണ്ടോ, നല്ല ഡാർക്ക് പീക്കോക്ക് ബ്ലൂവിന് ഈ ഒരു ഇത്. ഇനി അതിൻ്റെ ഇതെന്നാന്ന് അറിയട്ടെ, ഇങ്ങോട്ട് തന്നെ കാണിച്ചോ. ബ്ലൗസ് കണ്ടോ? ബ്ലൗസ് അല്ല, മുന്താണി കണ്ടോ? ഇതാണ് മുന്താണി. ബ്ലൗസ് ഭയങ്കര ഒരു കോമ്പിനേഷനാണ്. ഇപ്പം ഇങ്ങനെ റെയർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് ധാരാളം വരുന്നുണ്ട്. അത് ഭയങ്കര സോഫ്റ്റ് ആട്ടോ. ഇത് വലിയ ലെയറിൽ ഇട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് തോന്നുന്നത്.
നല്ല സോഫ്റ്റാണ്, നല്ല എന്നാലും ഭയങ്കര ഇച്ചിരി നല്ലപോലെ മെലിഞ്ഞവരാന്ന് വെച്ചോ, മെലിഞ്ഞവർക്കും ഭയങ്കര ആപ്റ്റായിട്ടുള്ള സാരിയാണ്. എന്നാന്ന് ചോദിച്ചാൽ ഇവിടുത്തെ നിറച്ചു ഈ വീവിങ്ങാണ്, ഈ ബുട്ട, അത് നമുക്കൊരു വെയിറ്റ് തോന്നിക്കും. മീൻസ് എന്നാ പറയുക, ഭയങ്കര ഈ പഴംതുണി പോലെ പറ്റി ശരീരത്തോട് കിടക്കുന്നതല്ല, എന്നാൽ ഒതുങ്ങി കിടക്കുകയും ചെയ്യും. വൺ പ്ലീറ്റ്സോ പ്ലീറ്റഡ് ആയിട്ടോ എങ്ങനെ വേണമെങ്കിലും ഇടുകയും ചെയ്യാം. മുന്താണി വന്നിട്ട് ദേ ഇങ്ങനെ, ബ്ലൗസ് ഇത് കണ്ടോ, ബ്ലൗസിൻ്റെ അറ്റത്ത് ആ ഒരു ജക്വാർഡ് വീവിങ് ഒക്കെ വന്നിട്ടുള്ള ബോർഡറും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ്. നല്ലൊരു വെറൈറ്റി, അല്ലെങ്കിൽ വെറൈറ്റി കോമ്പിനേഷനുമാണ്. നമ്മളെപ്പോഴും കണ്ടുമടുത്ത കോമ്പിനേഷനും അല്ല, ഒരു ഭംഗിയുണ്ട്, ഒരു ലുക്കുണ്ട്, ഒരു ഫീലുണ്ട്, അല്ലേ? അടുത്തത് റാണി പിങ്ക്, ഡാർക്ക് കളർ പ്രേമികൾക്ക് റാണി പിങ്ക് വിത്ത് നേവി ബ്ലൂ. ഇവിടെ കാണിക്കാവോ? ഇതാ മുന്താണിയിലെ ആ ഒരു വീവിങ് ഒക്കെ എന്നെ ഭംഗിയല്ലേ. റാണി പിങ്ക് വിത്ത് നേവി ബ്ലൂ. ഇത് ബോഡി, ഇത് ബ്ലൗസ്, ഇത് കണ്ടോ? ഇത് വരും താഴത്തെ ബോർഡർ. താഴത്തെ ബോർഡർ ഓൾറെഡി കണ്ടല്ലോ, അല്ലേ? ഒരു കളറും കൂടി ഉണ്ട്, നേവി ബ്ലൂ. എല്ലാം ഒന്നിനൊന്നെന്ന് പറയുന്ന പോലെ ഭംഗിയാണ്. ഇനി പേഴ്സണലി ഇഷ്ടമുള്ള കളറോ അല്ലെങ്കിൽ ഇല്ലാത്ത കളറോ അങ്ങനെയൊക്കെ നോക്കി. പേഴ്സണലി ഇഷ്ടമുള്ള കളർ എടുക്കണമെന്ന് ഞാൻ പറയത്തില്ല, എല്ലാം ഒരേ കളറായിരിക്കുമെന്നാണ് എൻ്റെയൊക്കെ പറഞ്ഞ പോലെ. എല്ലാം ബ്ലാക്ക്, നേവി ബ്ലൂ, മഞ്ഞ അധികം ഇല്ല കേട്ടോ, മഞ്ഞ ഇപ്പോഴും ഇഷ്ടം. നേവി ബ്ലൂ വിത്ത് ഇതുണ്ട് കോപ്പർ, ഒരു കോപ്പർ ത്രെഡ് കൊണ്ടുള്ള വീവിങ് ആണ്. മുന്താടി വന്നിട്ട് ഇങ്ങനെ എല്ലാം വീവിങ് ആട്ടോ, ഒന്നുപോലും ഡിസൈനോ പ്രിൻ്റോ ഒന്നുമല്ല, വീവ് ചെയ്തെടുത്തിരിക്കുന്നതാണ്. വീവ് ചെയ്തെടുത്തിരിക്കുന്ന സാരിക്കൊക്കെ ഇപ്പം ഇല്ലേ, പണ്ടൊക്കെ എന്നാ വിലയായിരുന്നല്ലേ നമുക്ക്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തല്ല, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇത് ശരി വരുന്നില്ലേ? അയ്യോ വേണ്ടേ, അട്ടഹാസം എന്നാ അതിന് പറയുന്നത് ഞങ്ങളുടെ നാട്ടിലൊക്കെ, ചിരിയല്ല. ഈ സാരി കാണിച്ചായിരുന്നോ? ഇതിൻ്റെ മോഡലാണ് കാണിച്ചല്ലേ? ഇതാ വേറൊരു മോഡലാട്ടോ, ഇപ്പം കാണിച്ചതല്ലേ. ഇതും ബനാറസി സാരി തന്നെയാണ്, വേറൊരു മോഡല്. അത് കോപ്പർ ആണെങ്കിൽ ഇത് ഗോൾഡ്. നല്ല ഒരു ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡ് അല്ലേ, ലാവണ്ടറിൻ്റെ ഒരു ഷെയ്ഡല്ലേ. ഇങ്ങനെ ഇത് വരും. മുന്താണിതേ ഇങ്ങനെ. ഈ സാരിയുടെ മോഡൽ ഞാൻ കാണിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട്, എൻ്റെ പൊന്നെ എല്ലാവർക്കും ഇഷ്ടമായിരുന്നു ഈ സാരി. എന്നാന്നറിയാം, ഒട്ടും ഭയങ്കര സോഫ്റ്റാണ്, നല്ല കംഫർട്ടാണ്. ഇതുണ്ട് ബ്ലൗസ് ഇങ്ങനെ ലൈലാക്ക് ലാവണ്ടർ ഇത് വരും. നല്ല സാരിയാണ്. ഉടുത്താൽ നല്ല ഒതുങ്ങി നല്ല ബോഡി ഷേപ്പൊക്കെ ആയിട്ട് ഇരിക്കും. ഇനി നമ്മുടെ ചുമ്മാ സാരി ആണെങ്കിലും അതിൻ്റെ വില വെച്ച് നോക്കുമ്പോൾ നെറ്റ് കോട്ടയുടെ ആ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സാരി അധികം ഇല്ലെങ്കിലും ഉള്ളത് റീസ്റ്റോക്ക് വരുന്നുണ്ട്. ഞാൻ റീസ്റ്റോക്ക് പോയിട്ട് അങ്ങനെ ഒരു കാര്യം പോലും ചിന്തിക്കാതിരുന്ന, എല്ലാവരും കൂടി എന്നെ റീസ്റ്റോക്ക് വരുത്തിച്ചു ഭയങ്കരമായിട്ട്. ഇത് ആദ്യത്തെ സാരി ഇതാട്ടോ. ഇത് കുറച്ച് കളേഴ്സ് ഉണ്ട്. ഇതിൻ്റെ സ്റ്റഫ് ഉണ്ടല്ലോ, ഒരു കോട്ടൺ സിൽക്ക് മിക്സ്, കോട്ടൺ സിൽക്ക് എന്നല്ല, കോട്ടണും ഒരു സിൽക്കിൻ്റെ ഒരു 10% നൂലും കൂടെ മിക്സ് ആയിട്ടുള്ള കോട്ടൻ്റെ സ്റ്റഫല്ല, അതായത് ഈ സിന്തറ്റിക്കിൻ്റെ സ്റ്റഫല്ല, പിടിക്കുമ്പോൾ അറിയാം. പക്ഷേ ഒരു സിൽക്കിൻ്റെ ഒരു ഇതും കൂടെ കൂടിയിട്ടുള്ള ഒരു സ്റ്റഫായി. അതിനൊരു പ്രത്യേകിച്ചൊരു പേരോ കാര്യങ്ങളോ ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ ഇങ്ങനെ പിടിച്ചു നോക്കി മനസ്സിലാക്കിയതാണ് കേട്ടോ, അല്ലാതെ ഞാനിത് വേറെ അങ്ങനെ പറയുന്നതല്ല.
ഒരു എന്താ പറയുന്നത്, നല്ലൊരു ചുങ്കിടി പ്രിൻ്റ് പോലെയോ ബാറ്റിക് പ്രിൻ്റ് പോലെയോ ഒക്കെ തോന്നിക്കുന്ന ഒരു വില കുറവുള്ള, എന്നാൽ ഉടുക്കാനും സുഖമുള്ള, ചൂടൊന്നും വലിയധികം ഫീൽ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിടിക്കുമ്പം ചൂട് ഫീൽ ചെയ്യുന്നില്ല. ഇനി ഉടുത്ത് വെളിയിറങ്ങി വെയിലത്ത് പോയി നോക്കി ഇത് മുന്താണി കണ്ടിട്ടുണ്ട്, ഈ പ്രിൻ്റ് കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനൊരു ലുക്കുണ്ട്, ഒരു എടുപ്പുണ്ട്. വിലയാണ് അതിമനോഹരം. ഇത് ബ്ലൗസ് പ്ലെയിൻ. ബ്ലൗസിൻ്റെ സ്റ്റഫ് കണ്ടാൽ അറിയാം, തുണിയുടെ സ്റ്റഫ് ഇത് കണ്ടോ ഇങ്ങനെയാണ്. ആ ഒരു സിന്തറ്റിക് അല്ലെങ്കിൽ പോളിസ്റ്റർ മിക്സ് വരുന്ന ആ ഒരു സ്റ്റഫല്ല, പടുപടാന്ന് ഊർന്നൂർന്ന് പോകുന്ന അങ്ങനെയല്ല. കോട്ടൺ കിടക്കുന്ന പോലെ ശരീരത്ത് കിടക്കുകയും ചെയ്യും, എന്നാൽ ഒരു സിൽക്കി ടച്ച് ഉണ്ട് തന്നെ. അങ്ങനെ ഒരു ഇത് നല്ല ഒതുങ്ങി കിടക്കുന്ന സാരി. ടാസിലും പിടിപ്പിച്ചിട്ടുണ്ട്. 390 രൂപ. ഇനി അതിൻ്റെ കളേഴ്സ് എല്ലാം നൂർത്ത് കാണിക്കണോ? ഇത്രയും സാരിയേ ഉള്ളൂ ഇന്ന്, അതുകൊണ്ട് കാണിക്കാം. ഇതിൻ്റെ ഒരു 5-8 കളറുണ്ടേ. ഇത് ഈ പറഞ്ഞ പോലെ ഈ ആലോചിച്ച് ഇങ്ങനെ ചിലരെങ്ങനെയാണെന്ന് അറിയാമോ, സാരി ചോദിച്ചിട്ട് സാരിയുടെ ഈ വിശദാംശങ്ങൾ മുഴുവൻ ഞാൻ വീഡിയോയിൽ പറയുന്ന അന്നേരം മിടുക്കിമാരെന്നെടുക്കും സ്കിപ്പ് ചെയ്തു, എന്നിട്ട് സാരിയുടെ ചോദിച്ചുകൊണ്ടിരിക്കും. അത് അങ്ങനെയാണോ, ഇത് ഇങ്ങനെയാണോ, അത് അങ്ങനത്തെ സ്റ്റഫാണോ, ഇങ്ങനത്തെ സ്റ്റഫാണോ, ഇതെല്ലാം ഞാൻ പറയുന്നതാണേ. അങ്ങനെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം കഴിയും. എന്നാൽ ഞാൻ പൈസ ഇടട്ടെന്ന് ചോദിക്കുമ്പോൾ സാധനം തീർന്നു. ഞാൻ കോമഡി ആയിട്ട് പറയുന്നതല്ല, നടക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ കണ്ടിരുന്ന് ചിരിക്കാൻ ഞാനിതെല്ലാം കാണുകയും ചെയ്യും, ചിരിക്കുകയും ചെയ്യും. ചിരിക്കുമല്ല, കളിയാക്കി ചിരിച്ചല്ല, അങ്ങനെ പറയരുത്. കളിയാക്കി ചിരിച്ചതല്ല. എന്നതാ ഞാനിത് പറഞ്ഞപ്പോൾ മര്യാദയ്ക്ക് കേട്ടാൽ പോരായിരുന്നോ എന്ന് എന്നിട്ട് എന്നോട് പരാതി പറിച്ചില്ല. ഇത് എപ്പോൾ ചോദിച്ചാലും സാരി തരത്തില്ല, എപ്പോൾ ചോദിച്ചാലും തരത്തില്ല. ഇപ്പോൾ ഇട്ട വീഡിയോ അല്ലേ, രാത്രി 7 മണിക്ക് കയറിയ വീഡിയോയ്ക്ക് രാത്രി 11 മണിക്ക് വന്നു വെച്ച് പറയുന്നത് ഇപ്പോൾ ഇട്ട വീഡിയോ അല്ലേ, ഇത്ര പെട്ടെന്ന് തീർന്നോ? ചുമ്മാ കേട്ടോ, കോമഡിക്ക് പറയുന്നല്ലേ ഇതൊക്കെ. കാര്യമായിട്ടെടുക്കരുത്. കാര്യമായിട്ടെടുക്കുന്നവരുണ്ട്, അതാ പ്രശ്നം. ഇതാ എന്നാ ഇതിൻ്റെ കളറ് പറയാമോ? ഈ കളറിൻ്റെ കാര്യം വെച്ച് സിമെൻറ്റാ, വെള്ളം ഒഴിക്കാത്ത സിമെൻറ്റാണ്. സിമെൻറ്റ് വെള്ളം ഒഴിച്ചാൽ വേറെ കളർ മാറുമോ? സിമെൻറ്റിൻ്റെ കളറെന്ന് പറയാൻ പറ്റില്ല. നേർത്ത് വരുമ്പോൾ ഒരു വൈറ്റ് മിക്സായിട്ട് വൈറ്റ് സിമെൻ്റ് എന്ന് പറയാൻ പറ്റും. വൈറ്റ് സിമെൻ്റ് എന്ന് പറയുന്നത് ചാരത്തിന് ആഷെന്ന് പറയുന്നത്, ആഷല്ല ഇതും നല്ല ഡാർക്ക് മെറൂൺ. ഇത് അങ്ങ് കണ്ടു, ഈ ക്യാമറയിൽ കാണുന്ന കളർ തന്നെ കേട്ടോ, അതിനകത്ത് ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരുടെയും വിചാരം ഒരു 98% ബ്ലൗസ് കേട്ടോ, ബ്ലൗസ് പ്ലെയിൻ ആണേ. എന്നെ 98% എന്ന് ഞാൻ പറയാൻ വന്നത് എന്നായിരുന്നു, അതിനെ എങ്ങനെ ഒരു വക പറയാൻ അനുവദിക്കണ്ടേ. 98% എന്നായിരുന്നു? ഒരു ഷെയ്ഡ് വൈറ്റിൻ്റെ പോലത്തെ എന്നാണോ അത് പറയാൻ വന്നത്, പറയാതിരുന്നത്. എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ വരുമ്പോൾ. ഞാനിതെല്ലാം കുഴച്ച് മറിച്ച് കയ്യിലോട്ട് തരും, എല്ലാം കൂടെ ഇരുന്ന് മടക്കിക്കും. ഞാൻ പറയാൻ വന്നത് പറയിപ്പിച്ചില്ലല്ലോ. ഒരു വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാണ്, വൈറ്റും അതിനകത്തൊരു ഗ്രേയും കൂടെ കലർന്ന, ഗ്രേ എന്ന് പറയാൻ പറ്റത്തില്ല, വൈറ്റിൻ്റെ ഒരു ഷെയ്ഡാട്ടോ, അങ്ങനെ പറയുന്നുള്ളൂ. എന്നാൽ പെട്ടെന്ന് ചെളി പിടിക്കുന്ന ആ ഒരു അഴുക്ക് പിടിക്കുന്ന ആ ഒരു വൈറ്റ് അല്ല, വേറെ ഇത് മുന്താണി. ബ്ലൗസ് പ്ലെയിൻ, ഈ ഗ്രീന് പ്ലെയിന്, ബോട്ടിൽ ഗ്രീന്. പർപ്പിൾ. ഇത് കാഴ്ചയിൽ വീഡിയോയ്ക്കകത്ത് കാണുമ്പോൾ ഭയങ്കര എടുപ്പായിരിക്കുമെന്ന് എനിക്ക് എൻ്റെ തോന്നല, പക്ഷെ കാഴ്ചയിൽ നല്ല എടുപ്പാണ് കേട്ടോ. നല്ല എടുപ്പ് തോന്നിക്കുന്ന ഒരു കോമ്പിനേഷനും പ്രിൻറ്റും സ്റ്റഫും എല്ലാവാ. ഈ റേറ്റും കൂടെ അല്ലേ ഉള്ളന്നേ. നമുക്ക് നല്ല പ്ലീറ്റ്സൊക്കെ ഇട്ടങ്ങോട്ട് ഉടുത്ത് എന്നാ പറയുന്നത്, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ പറയുമായിരിക്കാം, സാരി ഫോളൊക്കെ അങ്ങോട്ട് വെച്ച് ഉടുക്കുകയാണെങ്കിൽ. ഇതൊക്കെ എന്നോട് ആൾക്കാർ പറയുന്ന, അത് പറയുമ്പം അവരിരുന്ന് മറുപടി പറയുന്ന കാര്യങ്ങൾ എന്നോട് പറയുന്ന, ഞാൻ ഇപ്പം അത് പറയുവേ എന്ന് പറയുന്നു. സന്തോഷമുള്ളൂ കേട്ടോ, അതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് ചിരിയും സന്തോഷവും വരും. പർപ്പിൾ വിത്ത് കളർ വൈറ്റ്, ഇത് മുന്താണി. ബ്ലൗസ് പറയണ്ടല്ലോ, പ്ലെയിൻ, ഈ പർപ്പിൾ കളർ പ്ലെയിൻ. റെഡ് എന്ന് പറഞ്ഞാൽ ഒരു ചില്ലി റെഡ്, പ്യുവർ ചില്ലി റെഡാ അല്ലേ? ആണോ? ഇനി മുളക് നോക്കാൻ പോവോ? ഇല്ലേ, സ്വഭാവത്തിന് പോകേണ്ടതാണല്ലോ. ചില്ലി റെഡ് എന്ന് പറയാൻ ഒക്കത്തില്ലല്ലേ. റെഡ് അത്രേ ഉള്ളൂ.
ഇത് നിങ്ങൾ വേറെ ഫോട്ടോ എടുത്ത് തരാൻ പറയുമ്പോഴാണ് കളർ മാറുന്നത് കേട്ടോ. ഇതാണ് കളർ, ഇത്രയും കളറേ കറക്റ്റായിട്ട് വീഡിയോയിൽ കിട്ടത്തുള്ളൂ, ഇതിൽ കൂടുതൽ കിട്ടത്തില്ല. കാരണം ഞാൻ അത്ര ഹൈ ക്വാളിറ്റി ക്യാമറയ്ക്കകത്ത് ആ വീഡിയോ എടുക്കുന്നത്. നമ്മൾ സത്യം ചുമ്മാ പറയുന്നതല്ല, ഐഫോണിനകത്താണ് എടുക്കുന്നത്. അതിൽ കൂടുതൽ കിട്ടുമോ? ആ ഇത് ബ്ലൗസ് എന്നാ കേട്ടിട്ടാണ് ചുമ്മാ നിന്ന് തലയാട്ടി കാണിക്കുന്നത്. എൻ്റെ ഇതൊക്കെ എൻ്റെ വിചാരം കേട്ടോ ഇതൊക്കെ. ഇവരൊക്കെ എന്നോട് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഞാൻ ഓർക്കും ഇതൊക്കെ ശരിയാണ്, ദൈവമേ ഇതൊക്കെ എന്നെ പൊട്ടത്തരം പഠിപ്പിച്ച് വെച്ചിരിക്കുന്നതാണോ അറിയാം. നമുക്ക് ഈ വലിയ എന്നാ പറയുന്നത് ഇലക്ട്രോണിക്സ് ടെക്നോളജിയോ ഇലക്ട്രോണിക്സ് സംബന്ധമായ കാര്യങ്ങളിലൊക്കെ പൊറോട്ട. അതിന് പൊറോട്ട എന്നല്ല, ഇതൊക്കെ മനസ്സ് വെച്ചാൽ പഠിക്കാനുള്ള അല്ല എന്നതിനാണ് മുന്നോട്ടുള്ളതെന്ന്. ഞാൻ ഇത് കഴിഞ്ഞിട്ട് വരട്ടെ, വീഡിയോ കഴിഞ്ഞിട്ട് വരട്ടെ, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. എന്നാ നമുക്കിതൊക്കെ മനസ്സ് വെച്ചാൽ പഠിക്കാമെന്നല്ലേ ഉള്ളൂ അല്ലേ. ഈ ലോകത്ത് തന്നെ പഠിക്കാൻ പറ്റില്ല, ഒരു കാര്യവുമില്ല പഠിക്കാൻ പറ്റുക. പഠിക്കണമെന്ന് വിചാരിച്ച് അങ്ങോട്ട് ഇറങ്ങിയാൽ പഠിക്കാവുന്നതേ ഉള്ളൂ. പിന്നെ നമുക്ക് നേരവും സമയവും സൗകര്യവും ഒന്നും ഇല്ലാത്തതുകൊണ്ടല്ലേ. ഇതിന് വന്നിട്ട് ഒരു ഗ്രേഡ് ഒരു വൈറ്റാ, എന്നാലും ഇത് ബ്ലാക്കും നല്ല എടുപ്പാട്ടോ, നല്ല എടുപ്പാണ്. ബ്ലാക്ക് മെറ്റലിൻ്റെ ഓർണമെൻറ്റും ഒക്കെ ഇട്ട് ഇതങ്ങോട്ട് എടുക്കണം. ബ്ലാക്ക് ബ്ലൗസ് തയ്ച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഈ ബ്ലൗസ് ഇട്ടാൽ മതി. എല്ലാ പ്രാവശ്യം ഞാൻ അങ്ങനെ പറയത്തില്ലോ, അതിൻ്റെ ബ്ലൗസ് തന്നെ തയ്ച്ച് ഇടണമെന്നല്ലേ പറയത്തുള്ളൂ. പക്ഷേ ഈ പ്രാവശ്യം അത് കണ്ടപ്പോൾ അത് കാരണം കോട്ടൺ സ്റ്റഫ് പോലത്തെയാണ്. അന്നേരം നമ്മുടെ കയ്യിലൊക്കെ കോട്ടൺ ബ്ലൗസ് കാണുമല്ലോ, അതിട്ടാൽ മതി. പിന്നില്ലേ ചുരിദാർ അല്ല കുർത്തിയുടെ ഓഫർ സെയിൽ വീഡിയോ ആണേ, മോസ്റ്റ് പ്രോബബ്ലി മൺഡേ. ഇപ്പോഴങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ ഈ നേരത്തെ മുൻകൂട്ടി പറഞ്ഞിട്ട് വാക്ക് വരയ്ക്കാൻ കഴിയാത്ത കഴിയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമാവും. അതുകൊണ്ട് ഞാൻ മുൻകൂട്ടി പറയുന്നില്ല. കുർത്തിയുടെ വീഡിയോ, കുർത്തിയുടെയും സാരിയുടെയും മൺഡേ ട്യൂസ്ഡേ ഒക്കെ ആയിട്ട്. പിന്നെ ബ്ലൗസിൻ്റെ വീഡിയോ പിന്നെയും പെൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുക. അപ്പം അനുമോദനങ്ങളും സ്നേഹങ്ങളും പ്രോത്സാഹനങ്ങളും എല്ലാം തന്ന് എല്ലാവർക്കും തിരിച്ചും ധാരാളം സ്നേഹം, ഒത്തിരി സ്നേഹം. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. ഹലോ, ഇതൊന്ന് കട്ട് ചെയ്യണമല്ലോ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.